ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയാൽ പാസ്സാവും? 35% മാർക്ക് കിട്ടിയാല് പാസ്സാകും. ഒരു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി? 32% മാർക്ക് കിട്ടി. 32% മാർക്ക് കിട്ടിയ ആ കുട്ടി എന്താവുക? തോറ്റു. എത്ര മാർക്കിനാണ് തോറ്റത്? 9 മാർക്കിനാണ് തോറ്റത്. അങ്ങനെയാണെങ്കിൽ ആ പരീക്ഷയിൽ ആകെ എത്ര മാർക്കാ? ടോട്ടൽ മാർക്ക് എത്രയെന്നാണ് ചോദിക്കുന്നത്. ഒരു പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ എത്ര ശതമാനം കിട്ടിയാൽ ജയിക്കും? 35% പാസ് മാർക്ക്. പക്ഷെ അതിൽ ഒരു കുട്ടി എത്ര ശതമാനം മാർക്ക് കിട്ടി? 32% മാർക്ക് കിട്ടി. ജയിച്ചോ? ഇല്ല, 35 ആയിട്ടില്ല, 32 ആയിട്ടുള്ളൂ. 32% മാർക്ക് കിട്ടി, തോറ്റു. എത്ര മാർക്കിനാ തോറ്റത്? ഒരു 9 മാർക്കിന്റെ കുറവിലാണ് എന്ത് ചെയ്തത്? തോറ്റത്. കണ്ടോ, 9 മാർക്കിനാണ് എന്ത് ചെയ്തത്? തോറ്റത്. അങ്ങനെയാണെങ്കിൽ ആ പരീക്ഷന്റെ ടോട്ടൽ മാർക്ക് എത്രയിലാണ് ആ പരീക്ഷ നടന്നത്? എത്ര? 300. ആ, ടോട്ടൽ മാർക്ക് എത്ര? എങ്ങനെ കിട്ടി പറഞ്ഞു കൊടുക്കുക. ആണ് അതന്നെ, 35 - 32 എത്ര വരിക? 3% എത്ര? 3% മാർക്കിനല്ലേ ഇവിടെ തോറ്റത്. അത് എത്ര മാർക്കാ? 9. അപ്പൊ 3 പേനക്ക് എത്രയാണ്? 9. ഒരു പേനക്ക് എത്ര കാരം? 3 റുപ്യ. അപ്പൊ 100 പേനക്കോ? 300. എന്താണോ ക്വസ്റ്റ്യൻ ഇങ്ങനെ വലുതാക്കി തരും നിങ്ങൾക്ക്, ഇങ്ങനെ ഊതി വീർപ്പിച്ചാ ചെയ്യാം. പക്ഷെ ഉള്ളിൽ എന്തുണ്ടാവുള്ളൂ? ചെറിയ കണ്ടന്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മള് കിളി പോവും. 35% മാർക്ക് കിട്ടിയാൽ പാസ്സാകാം. 32% മാർക്ക് കിട്ടിയ ഒരു കുട്ടി 9 മാർക്കിന് തോറ്റു എന്നൊക്കെ പറയുമ്പോൾ എവിടേക്കാ പോണെന്ന് കരുതും. പക്ഷെ ഒന്നുമില്ല. എന്തുള്ളൂ? ഇവിടെ എത്ര ശതമാനം തോറ്റിക്കണേ? 3% മാർക്കിന്. അത് എത്രയെന്ന് പറഞ്ഞിക്കണേ? 9 മാർക്ക്. 9 മാർക്ക് കൂടി കിട്ടിയാൽ ജയിക്കൂലേ? ഇവിടെ എത്ര ശതമാനം കൂടി കിട്ടിയാൽ ജയിക്കും? 3% കൂടി കിട്ടിയാൽ ജയിക്കും. അപ്പൊ എത്രയാണ്? 3% എന്ന് പറയുന്നത് എത്ര ഉള്ളത്? 9. അങ്ങനെയാണെങ്കിൽ അതിന്റെ 1% കാണാം. നേരെ എത്ര ശതമാനം കാണാം? 100% കാണാം. സ്ക്വയർ ആളൊക്കെ എഴുതിയോ? സ്ക്വയർ ആൾ എഴുതാൻ പറഞ്ഞിരുന്നില്ലേ? 1ന്റെ സ്ക്വയർ എത്ര? 1. 2ന്റെ സ്ക്വയർ 4. 3 9 4 16 5 25 6 36 7 49 8 64 9 81 10 100 11 121 12 144 13 169 14 196 15 225 16 256 17 289 18 324. ആ, അവിടെ ഒക്കെ ഗുണിച്ചു നോക്കണ്ടേ? 324. ഇത് മാത്രമേ. 19 361. ലാസ്റ്റ് 20 400 അല്ലെ? 1 മുതൽ 20 വരെ നമുക്ക് അറിയണം കേട്ടോ. അതിപ്പോ ഇനി PSC ആണെങ്കിലും SSC ആണെങ്കിലും അതിന്റെ മോളൊക്കെ റെഡിയാണ്. 454 അങ്ങനെ പോകൂലേ? അപ്പൊ എന്ത് ചെയ്യണം? അതുവരെ സ്ക്വയർ നമുക്ക് എപ്പോഴും അറിയണം. ഈ 5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെ? 5ന്റെ സ്ക്വയർ എത്ര? 25. 15ൻ്റെതോ? 15ന്റെ സ്ക്വയർ അത് കാണാൻ എന്ത് ചെയ്താൽ മതിന്നോ? 1 ഇല്ലേ ഇവിടെ ഫസ്റ്റത്തെ സംഖ്യ? 1 കഴിഞ്ഞിട്ടില്ല എണ്ണൽ സംഖ്യ ഏതാ? 1 കഴിഞ്ഞിട്ടില്ല എണ്ണൽ സംഖ്യ. അപ്പൊ ഇതിനെ 1 × 2 ചെയ്യാ. എത്ര വരാ? 1 × 2 2 ഇട്ട് കൊടുക്കുക. ഈ 5ന്റെ സ്ക്വയർ എത്ര? 2ന്റെ സ്ക്വയർ 25. അത് എഴുതാ. 225 അല്ലേ? നെക്സ്റ്റ് 15 കഴിഞ്ഞാൽ പിന്നെ 25ന്റെ സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ 2 കഴിഞ്ഞിട്ടില്ല എണ്ണൽ സംഖ്യ ഏതാ? 3 3 × 2 6. ലാസ്റ്റ് എന്തിട്ട് കൊടുക്കുക? 25 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 35ന്റെ 3 കഴിഞ്ഞിട്ടില്ല എണ്ണൽ സംഖ്യ ഏതാ? 4. അപ്പൊ 3 × 4 എത്ര വരാ? 12. പിന്നെ എന്ത് കൊടുക്ക? ഈ 5ന്റെ സ്ക്വയർ 25. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 45ന്റെ 4 കഴിഞ്ഞിട്ടില്ല എണ്ണൽ സംഖ്യ ഏതാ? അപ്പോ 5 × 4 20. ലാസ്റ്റ് എന്ത് കൊടുക്കുക? 25. 20
25 45. അങ്ങനെയാണെങ്കിൽ അടുത്ത 55. 55ന്റെ 30 25 30 25. ഓക്കെ, അപ്പൊ 5-ൽ ഏത് സംഖ്യ വരുന്ന സ്ക്വയർ കാണാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് എപ്പോഴും എന്താ കാരം വരിക? 25 വരിക. ഈ 5ന്റെ സ്ക്വയർ ഫസ്റ്റ് എന്താ വരുന്നതെന്നില്ല അറിയാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സംഖ്യ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടില്ല എണ്ണൽ സംഖ്യ ഏതാ നോക്കുക. 1 കഴിഞ്ഞിട്ടില്ല ഏതാണ്? 2 അപ്പൊ ആ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. അത് രണ്ടും തമ്മിൽ ഗുണിച്ചുകാണ്ട് എവിടെ എഴുതി കൊടുക്കുക? ഫസ്റ്റ് എഴുതി കൊടുക്കുക. ലാസ്റ്റ് എപ്പോഴും എന്തെന്നെ വരിക? 25 തന്നെയാണ് വരിക. ഓക്കെ, ഇത് ഈ പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ ചോദിക്കുമ്പോൾ ഇത് എപ്പോഴും ആവശ്യം വരും കേട്ടോ. ഇപ്പൊ ഈ സംഖ്യന്റെ വർഗ്ഗം ഏതാണ്? വലിയ സംഖ്യകളൊക്കെ കയറും തരിക. അപ്പൊ എന്ത് ചെയ്താൽ മതി? നേരെ ഇത് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്കൊരു 36 37 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 35 ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 35 നമുക്ക് എത്ര എന്നില്ല ഇവിടുന്ന് കിട്ടുമല്ലോ. എത്ര വരിക? 1225. ഇതിനേക്കാൾ ചെറുതാണെങ്കിൽ എന്താ കാരം? 35ന്റെ താഴെയുള്ള സംഖ്യക്കാരം. ഇതിനേക്കാൾ വലുതാണെങ്കിൽ എന്താ കാരം? 35ന്റെ മുകളിലെ സംഖ്യാകാരം. അപ്പൊ അങ്ങനത്തെ അടുത്തൊക്കെ ഇത് ആവശ്യം വരും. ഇത് നീ ക്വസ്റ്റ്യൻ ചെയ്തുതരാം. എന്താണ്? 35% മാർക്ക് കിട്ടിയ പാസ്സാവും, 32% മാർക്ക് കിട്ടി. അപ്പൊ ഇവിടെ ഉള്ള വ്യത്യാസം എത്ര മാർക്കിനാ തോറ്റത്? 3% മാർക്കിനാണ് എന്ത് ചെയ്തത്? മാർക്കിന് തോറ്റു അല്ലേ? എത്ര മാർക്കിനാ തോറ്റത്? 9 മാർക്കിന്. അപ്പൊ 3% എന്ത്? 9 കിട്ടി. അപ്പൊ അതെങ്ങനെ ഇതാ? 3% സമം എത്ര കിട്ടി? 9. ഇത് എവിടുന്നാ വന്നത്? ഈ 3% എവിടുന്ന വന്നത്? 35 മൈനസ് 32. 35% മൈനസ് 32. ഇതാണ് ഈ 3% വരുന്നത്. ഓക്കെ, 9 മാർക്ക് എന്ന് കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്താ? ബാക്കി പിന്നെ സുഖല്ലേ? ഒരു പേനക്ക് എത്ര കാരം? 9/3. ബാക്കി 100% അറിയുമ്പോ 300 കിട്ടിയില്ലേ? അപ്പോ ഇപ്പൊ എലക്ഷൻ നടക്കാണ്. ഈ എലക്ഷനിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? എലക്ഷനത്തെ ഭൂരിപക്ഷമാണ് കൂടുതല്. ആ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റേ ആളേക്കാൾ എത്ര കൂടുതൽ കിട്ടി അല്ലേ? ഇപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരാൾക്ക് എ എന്നുള്ള ഒരാൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി? 60% വോട്ട് കിട്ടി. അപ്പൊ ബി എന്നുള്ള ആൾക്ക് എത്ര കിട്ടി? 30%. രണ്ടാളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പൊ ഈ 30% 60%. ഇതിൽ ആരാ ജയിക്കുക? 60% ആള്. എത്ര ശതമാനക്കാരൻ ഭൂരിപക്ഷം ഉണ്ടാവുക? എത്ര ശതമാനം? 30% ഭൂരിപക്ഷത്തില് ജയിക്കും. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് കിട്ടിയതിനേക്കാൾ എത്ര കിട്ടി അതല്ലേ? ഇത് വെച്ചിട്ട് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമുക്ക് PSCക്ക്. അതെങ്ങനെ വരികയെന്നില്ല, ജസ്റ്റ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചെയ്യാം. തോനെയൊന്നും വരലില്ല, ഇടയ്ക്ക് വന്ന പോകണ്ടല്ലോ. ഇത്രയും നമ്മൾ പെർസെന്റേജ് പഠിച്ചതാണ്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അതും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേറെ പോവാം. ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 2 പേർ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 60% വോട്ട് കിട്ടിയ ആള് 200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. എത്രയാണ്? 60% വോട്ട് കിട്ടിയ ആളാണ് ജയിച്ചത്. എത്ര ഭൂരിപക്ഷത്തിനാ? 200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. എങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ട് എത്രയാണ്? ആകെ എത്ര വോട്ട് അവിടെ ചെയ്തിക്കണ്? 600. ഉറപ്പിച്ചോ? ഉറപ്പിച്ചിക്കണേ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉത്തരം പറയാന്? മാറ്റി പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ ആൻസർ കിട്ടിയോ? ഇല്ല. 2 പേർ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 60% വോട്ട് കിട്ടിയ ആൾ എന്ത് ചെയ്തു? 200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നല്ലേ പറഞ്ഞത്? അപ്പോ വിജയ്ക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി? 60%. അപ്പൊ തോറ്റാക്ക് എത്ര? തോറ്റാൻ എത്ര കാരം? 40% അല്ലെ? 60% കിട്ടിയ ആള് ജയിച്ചു. തോറ്റാക്ക് എത്ര കിട്ടി? 40% വോട്ട് കിട്ടി. ഇവിടെ ഭൂരിപക്ഷം എത്ര? എത്രയാണ്? 20% അല്ലെ? ഭൂരിപക്ഷം എത്രയാണ്? 40-നേക്കാൾ എത്ര കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്? എത്ര കൂടുതൽ കിട്ടിയിട്ടുണ്ട്? ഇതെങ്ങനെ ഭൂരിപക്ഷം എങ്ങനെ കാണാം? 60% മൈനസ് 40%. ഇതല്ലേ ഭൂരിപക്ഷം എന്ന് പറയണേ? രണ്ടാളെയും ശതമാനം എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഭൂരിപക്ഷം 20% ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്ക് കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷം കണ്ടോ? ഇവിടെ എത്രയാ വന്നിട്ടുണ്ട്? 200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പൊ ഭൂരിപക്ഷം ഇവിടെ എത്രയാണ്?
20%. അപ്പൊ എന്തുണ്ട് 20% സമം എത്രയെന്ന് തന്നിട്ടുണ്ട് 200 എന്ന് തന്നിട്ടില്ലേ? ഭൂരിപക്ഷം അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിക്കണേ. അപ്പൊ എന്തായി 20% 200 ആണെന്ന് കിട്ടി. 200. ഇനിയിപ്പോ എന്താ നമുക്ക് കാണണ്ടേ? പോൾ ചെയ്ത വോട്ട് എത്രയാക്കാരപ്പോ 20% 200 ആണ്. എത്ര? 1000. എത്ര പറഞ്ഞീനെ? എവിടെ വെച്ച്? അപ്പൊ എത്ര വരിക? ആകെ പോൾ ചെയ്ത വോട്ട് 20% 200. അപ്പൊ ഇതിന്റെ ഒരു പെർസെന്റേജ് എത്ര? 200/20 അല്ലേ? ഇതും പോയി. ബാക്കി എന്താ ഉണ്ടാവുക? 1 10. അപ്പോ 100% ഇതിപ്പോഴേ തോറ്റു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം വോട്ടിനാ കാരണം തോറ്റിട്ടുണ്ടാവുക? 20% വോട്ടിനല്ലേ തോറ്റ്. അപ്പൊ ഭൂരിപക്ഷം തന്നാൽ 20 എടുത്താൽ മതി. തോറ്റത് എത്ര വോട്ടിനാന്ന് പറഞ്ഞാൽ എന്തെടുത്താൽ മതി? ചിലപ്പോ ക്വസ്റ്റ്യൻ നിങ്ങളെ തിരിക്കാൻ വേണ്ടിട്ട് എന്ത് വരും? ഇവിടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് ഇപ്പൊ 200 വോട്ടുകൾക്ക് തോറ്റു എന്ന് പറഞ്ഞു. സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ? ക്വസ്റ്റ്യന്റെ മോഡൽ മാറി. എന്തായി? 200 വോട്ടുകൾക്ക് ഇത് ജയിച്ചു എന്ന് പറഞ്ഞു. മറ്റെന്ത് പറഞ്ഞു? മറ്റേ ആള് 200 വോട്ടുകൾക്ക് തോറ്റു എന്ന് പറഞ്ഞു. എന്താണ്? ക്വസ്റ്റ്യൻ രണ്ടും സെയിം ആണ്. പക്ഷെ എന്ത് ചെയ്തു? നമ്മളെ തിരിച്ചു. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിഞ്ഞ് എങ്ങനെ വരും? തോറ്റു എന്ന് പറഞ്ഞിട്ടും വരും. അപ്പോൾ എന്താണ്? ഒരേ ഇതിലാണ്. മൂന്നാക്ക് ഇട്ടുവരികയാണെങ്കിൽ അപ്പൊ മൂന്നാമതും കാണണം. ഓരോരുത്തരും ശതമാനം എത്ര തന്നു വെച്ചാൽ ഇത് വെച്ചിട്ട് ചെയ്യണം. മൂന്നാൾ തരൂല. PSCക്ക് അധികം അതിലെത്ര ആരാണോ ഭൂരിപക്ഷം എത്രയും നോക്കണം. ഭൂരിപക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 20 കൂടി വന്നു കഴിഞ്ഞാൽ എത്ര വരിക? ഇതില് ആരേക്കാൾ എത്ര ഭൂരിപക്ഷം ഉണ്ട് നോക്കണം. താഴെ നിൽക്കുന്ന ആളേക്കാൾ എത്ര കൂടുതൽ നല്ല നോക്കാം. അപ്പൊ ആ 2 പെർസെന്റേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇയാളേക്കാൾ എത്ര കൂടുതൽ നല്ല നോക്കാം. ഓക്കെ. അപ്പൊ എന്താ വരിക? 40നേക്കാൾ എത്ര കൂടുതലാ? 20. അപ്പൊ പക്ഷെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റൂല. 60 വന്നു കഴിഞ്ഞാൽ 40 20 ടോട്ടൽ 100% അല്ലേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇത് 20 ആവും. ടോട്ടൽ വരുമ്പോ എത്ര ശതമാനം വരാൻ പറ്റുള്ളൂ? 100% പോളിയുള്ളൂ. അതിന്റെ മേലെ ഒരിക്കലും പോളിയില്ലല്ലോ. 100 തന്നെ ഉണ്ടാവില്ല. 100 പിന്നെ നമുക്ക് PSC ക്വസ്റ്റ്യൻസിനാവുമ്പോ എന്താണ്? അസംഷൻ ആണ്. 100% പോൾ ചെയ്തു എന്നുള്ളതിലാണ് എന്ത് ചെയ്യണത്? നമ്മള് കാൽക്കുലേറ്റ് ചെയ്യണത്. എന്നാൽ അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതിയിട്ട് നമുക്ക് വേറെ മോഡലിലേക്ക് പോവാം. കിട്ടി. അതായത് 2 പേർ മത്സരിച്ച ഒരു ഇലക്ഷനിൽ 35% വോട്ട് കിട്ടിയ ആൾ എന്ത് ചെയ്തു? 90 വോട്ടിന് തോറ്റു. അങ്ങനെയാണെങ്കിൽ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടിയെന്നാണ് ചോദ്യം. 35% തോറ്റാക്കാണ്. അപ്പൊ ജയിച്ചാക്ക് എത്രയാക്കണം? 65. രണ്ടാളി തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇപ്പൊ 30% എത്രയാക്കാരം? 30% എത്ര? 90. അപ്പൊ 1% എത്രയാക്കാരം? 1% 3. 1% 3 ആണെങ്കിൽ അതിന്റെ എത്ര ശതമാനം എനിക്ക് കാണണ്ട? ജയിച്ചാക്ക് എത്ര ശതമാനം കിട്ടിയില്ല വോട്ട്? ജയിച്ചാക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി? 65. അതിന്റെ 65% കാണാം. 3 × 65 വർക്ക് ചെയ്യട്ടെ. 3 × 65 എത്ര? 195. വ്യത്യാസം നോക്കാം. 30%. അതാണ് ഈ 90 വോട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ആരുടെ ചോദിച്ചിട്ടില്ലത്? ഇപ്പൊ തോറ്റാക്ക് കിട്ടിയത് ആണെങ്കിൽ 35% കണ്ടാൽ മതി. ജയിച്ചാക്കായതുകൊണ്ട് എന്ത് ചെയ്യാം? 65% കാണണം. കിട്ടിയ ആൻസർ കിട്ടിയില്ലേ? ഇനി ഞാൻ ചെയ്തുതരാം. 2 പേർ മത്സരിച്ച 35%. അപ്പോ തോറ്റ ആൾക്ക് എത്ര? 35% വോട്ട് അല്ലെ? ജയിച്ചാക്കോ? വിജയ്ക്ക് 65% വോട്ട് അല്ലേ? ഡിഫറൻസ് എത്ര? വ്യത്യാസം 65 - 35 = 30% അല്ലെ? ഇതല്ലേ വ്യത്യാസം കിട്ടിയത്? ഈ 30% എത്രയെന്ന് തന്നിട്ടുണ്ട്? 90 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് കിട്ടും? ഈ 30% സമം എന്ത് കിട്ടി? 30% ഇവിടെ 90 ആണ് തന്നിട്ടുണ്ട്. 90 വോട്ടുകൾക്കല്ലേ തോറ്റത്? 30% 90. അങ്ങനെയാണെങ്കിൽ 1% എത്ര? 90/30. ഇതും പോയി. ബാക്കി എത്ര? 3. ഒരു പേനക്ക് എത്രയാണ്? 3 കിട്ടി. 1%. ഇനി 1% 3 ആണെങ്കിൽ എത്ര ശതമാനം കാണണ്ടേ?
65. ക്വസ്റ്റ്യൻ എന്താ? ജയിച്ച വ്യക്തിക്ക്, വിജയിക്ക് ഇവിടെ എത്ര ശതമാനം കിട്ടിയിരിക്കണേ? 65%. 1% 3 അങ്ങനെയാണെങ്കിൽ 65%. വിജയി 65% സമം എത്രയാണ്? 65 × 3 സമം 195. അവ ഇത് ചെയ്യണ ഇതാണ്, എക്സ്പേർട്ട് ആയിട്ടാണ്. കൂടുതൽ കാലമായിട്ട് എന്താണ് എഴുതാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ എക്സ്പേർട്ട് ആയത്. പക്ഷെ എന്താണ്, നമ്മളും അങ്ങനെ തന്നെയാണ്. നമുക്ക് എഴുതാതെ നമ്മളിങ്ങനെ കൂടുതൽ കാൽക്കുലേഷൻ മൈൻഡിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, പെട്ടെന്ന് നമുക്ക് അതിന്. അപ്പൊ ഇത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? 65 × 3 അല്ലേ? ഫസ്റ്റ് 60 × 3 ചെയ്താൽ മതി. എത്ര വരിക? 150. എല്ലാവർക്കും അറിയണേ. 3 6 18, 3 5 15, 150 15 കൂട്ടിയാൽ മതി. എത്ര വരിക? 195. അത് നമ്മൾ ഇരുന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുത്തുകൊണ്ട് എഴുതണം? 165 ഇൻറ്റു എന്നൊക്കെ പറഞ്ഞു കണ്ട് 65 × 3, 3 5 15, 3 6 18 അങ്ങനെയൊക്കെ എഴുതി കഴിയുന്ന സമയം കൊണ്ട് എന്താണ് നമ്മളെ മൈൻഡിൽ കാൽക്കുലേഷന് കഴിയും. എന്തെടുത്താൽ മതി? ഫസ്റ്റ് ഇതെടുക്കുക. 60 × 3 എത്ര വരുന്നത് നോക്കുക. എത്ര വരിക? 180. 5 × 3 15, 180 15 അതിന്റെ ഒപ്പം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താല് മതി. അങ്ങനെ എന്ത് ചെയ്യാം? മാക്സിമം സ്പീഡ് ആക്കുക. നമ്മളെ മൈൻഡിൽ കാൽക്കുലേഷൻ സ്പീഡ് ആക്കുക. ഒക്കത്തിന് എഴുതുക എന്നുള്ളൊരു ഇത് ഒഴിവാക്കുക. എന്നാൽ നമ്മൾ അടുത്തൊരു തീക്കാൻ പോയാലോ? ഒരു ടോപ്പിക് കൂടി എടുക്കാനുള്ള സമയം കാണുന്നുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് കുറച്ചും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കുക. ഇനി ആര് വന്ന് ചോദിച്ചാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു എന്നൊന്നും പറയണ്ട. ഇത് ഈ പെർസെന്റേജ് പറഞ്ഞു പോകുമ്പോൾ ഇതേ മെത്തേഡിൽ അതും കൂടിയാണ് പറഞ്ഞു പോവാട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഫുള്ള് പറയണില്ല, അതിന്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞേ പോകുന്നുള്ളൂ. ആര് ചോദിച്ചാലും അത് എടുത്തു എന്ന് പറയണ്ട. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളി. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു വസ്തു 600 രൂപക്ക് വിറ്റപ്പോ 25% നഷ്ടം സംഭവിച്ചു എങ്കിൽ ആ വസ്തുവിന്റെ യഥാർത്ഥ വില എത്രക്കാണോ അവനെ വാങ്ങിയത്? നമ്മൾ സാധനം വാങ്ങി വിൽക്കുമ്പോ നഷ്ടം എന്ന് പറയപ്പോഴല്ലേ നമ്മൾ കരുതി വാങ്ങിയ വില വിറ്റപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്? നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഓന് വാങ്ങിയ വില എത്രയാണ് എന്ന് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, 600% ഒരു വസ്തു വിറ്റപ്പോ 25% നഷ്ടം സംഭവിച്ചു എന്നാണ്. ഒരു വസ്തു വാങ്ങിയ വില എപ്പോഴും 100% ആകാരം. വാങ്ങിയ വില എന്നുള്ളത് 100%. അപ്പൊ 25% വില പറഞ്ഞിട്ടില്ല, വാങ്ങിയ വില എന്നുള്ള എത്രയാണ്? 100%. എത്ര? 25% നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എത്രക്കാണ് വിറ്റത്? 75%-നാണ് വിറ്റത്. ആ വിറ്റ വില നമുക്ക് തരുകയും ചെയ്തിട്ടില്ലേ? എത്രയാണ്? 600. അപ്പൊ 75% എന്ത്? 600. ഓക്കെ, ഒരു വസ്തുവിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താ കാരം? 100% ആകാരം. അപ്പൊ ഇവിടെ നമ്മള് 100%-ന് വാങ്ങിയൊരു വസ്തു, 100%-ന് വാങ്ങിയ വസ്തു ആണ് എന്ത്? എത്രക്ക് വിൽക്കണത്? 25% നഷ്ടത്തില്. ഓക്കെ, 25% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞ എന്താ? കുടുങ്ങിയ വിൽക്കേണ്ടി വരെ. 25% നഷ്ടത്തിൽ വിറ്റാല് വിറ്റ ശതമാനം എത്ര വരാ? 75%-നല്ലേ വിറ്റത്? ഇപ്പൊ 100%-ന് വാങ്ങിയൊരു വസ്തു 25% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വിറ്റ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? 75%. അത് എത്രയാണ്? ആ വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ 600. അപ്പൊ 75% സമം എത്രാന്ന് പറഞ്ഞിട്ടുണ്ട്? 600. ഓക്കെ, കത്തിക്കണോ? 75% 600 അല്ലേ? അപ്പൊ എന്താണ് ഇതിനെ എങ്ങനെ മാറ്റാം? 25 25 25 അല്ലെ? 75 എന്നുള്ളത്. അപ്പൊ ഇതിനെ എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം? 200 200 200. അതായത് ഏറെ കോംപ്ലിക്കേറ്റഡ് ആവുക ചെയ്യാം. ഇങ്ങനൊന്നും ചെയ്യണ്ട. ഇത് നേരെ എന്ത്? 75% 600 ആണെങ്കിൽ ഇനി നമുക്ക് എത്ര കാണേണ്ടത്? യഥാർത്ഥ വില. ഇതിൽ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ഇതിന്റെ ഒരു 25% കൂടി കൂട്ടിയാൽ മതി. 25 × 3 ഇതല്ലേ 25. അപ്പൊ എന്തിനെങ്ങനെ എഴുതാം? 200 × 3 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം 600-നെ. ഇതിനെ ഇനി മാറ്റാം എങ്ങനെ? 25 × 4 ആക്കണ്ടേ ഇത്? അപ്പൊ നേരെ എന്ത് ചെയ്താൽ മതി? ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരിക. എങ്ങനെ? 75% 600, 1% 600/75, 100% 600/75 × 100. ഇത് ചെയ്താലും എങ്ങനെ തന്നെ വരിക? ഇനി 75-ൽ എത്ര 5 ഉണ്ട്? 75-ൽ എത്ര? 15. ഇവിടെ ഒരു 5, 10
35 7 17 അല്ലേ? 120 ഇവിടെ 10 2 20 4 24 100 പ്ലസ് എന്ത് ചെയ്യും 800 വരും. ഈ രണ്ടും ഇവിടുത്തെ 0. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ക്വസ്റ്റ്യൻ ചെയ്ത് റെഡി ആയിക്കോളും. പിന്നെ നമ്മളിപ്പോ ഒരു വസ്തു വാങ്ങിയിട്ട് 20% നഷ്ടത്തിൽ വിറ്റു പറഞ്ഞാൽ എത്ര ശതമാനത്തിനാക്കാരം വിൽക്കുക? 80% വിൽക്കുക. 20% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണെങ്കിൽ 20% ലാഭം കിട്ടണമെങ്കിൽ അപ്പൊ എത്ര ശതമാനത്തിന് വിൽക്കേണ്ടി വരും? 120. അതായത് 120% വിൽക്കണം. ഈ കൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടല്ലോ അല്ലെ? എന്നാ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളി. ഒരു വസ്തു 6400 6400 രൂപക്ക് വിറ്റപ്പോ 20% നഷ്ടം സംഭവിച്ചു. ഓക്കെ, കിട്ടിയോ? നഷ്ടം സംഭവിച്ചത് എത്ര രൂപക്ക് വിൽക്കണം? ഒരു വസ്തു 6400 രൂപക്ക് വിറ്റപ്പോ എത്ര ശതമാനം നഷ്ടം? 20% നഷ്ടം സംഭവിച്ചു. അത് 20% എത്ര ആവണം? പ്രോഫിറ്റ് ആവണം, ലാഭം ആവണമെങ്കിൽ എത്ര ശതമാനത്തിന് വിൽക്കണം? 80% വിറ്റപ്പോ എത്ര കിട്ടി? 6400 കിട്ടി. ഇനി എത്ര ശതമാനം നമ്മൾ കാണണ്ടേ? 100 ആണോ? അല്ല, 20% പ്രോഫിറ്റ് കൂടി വേണം. 100 നമുക്ക് ലാഭമല്ല നഷ്ടമല്ല. ലാഭം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 120% വിൽക്കണം. 9600. അവിടെ ഉത്തരം വന്നിക്കണേ 8. ഇനി ഇത് എങ്ങനെ ചെയ്യാം? 6400 രൂപക്ക് വിറ്റപ്പോ 20% നഷ്ടം. ആദ്യം ഇത് കൺസെപ്റ്റ് വേണ്ട. 20% നഷ്ടം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനത്തിനാക്കാരം വിറ്റിട്ടുണ്ടാവുക? 80%. അങ്ങനെയാണെങ്കിൽ 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര ശതമാനത്തിന് വിൽക്കണം? എത്ര ശതമാനത്തിന് വിൽക്കണം? 100 അല്ല. 100-ന് വിറ്റാൽ ലാഭമല്ല നഷ്ടമല്ല. 100 രൂപയ്ക്ക് വാങ്ങി 100 രൂപയ്ക്ക് തന്നെ വിറ്റാൽ ലാഭം നഷ്ടമുണ്ടോ? ഇല്ല. ലാഭം കിട്ടണമെങ്കിൽ എത്ര ശതമാനത്തിന് വിൽക്കണം? 120%. അപ്പൊ നമുക്ക് തന്നത് എത്ര ശതമാനമാണ്? 80%. എത്ര ശതമാനമാണ് നമുക്ക് കാണേണ്ടത്? 120%. അതാണ് നമുക്ക് ആദ്യം മൈൻഡിൽ വരേണ്ടത് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വന്നാല് ഉത്തരം 9600 ആണ്. അപ്പോ 80% എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 6400. 80% 6400 ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതിന്റെ 1% കാണണ്ടേ? ഒരു പേനക്ക് എത്ര കാരം? 6400/80. ഇതും പോവോ? അത് പറഞ്ഞപ്പോ ഇവിടെ ചക്ക കൂട്ടാനാവും. ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാം. അപ്പൊ എന്തായി? 640/8. 8ന്റെ സ്ക്വയർ എത്ര? 64. അപ്പൊ 8 ഇവിടെ എത്ര? 8. അപ്പൊ എത്ര കിട്ടി? 80. 1% എത്രയാണ്? 80. അപ്പൊ 20% നഷ്ടം എന്ന് പറഞ്ഞ എത്ര ശതമാനമാണ്? 80%-ത്തിനാണ് വിറ്റത്. അത് മനസ്സിലായില്ലേ? 20% നഷ്ടം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? 100 - 20 എത്ര കിട്ടിയത്? 80% എന്നുള്ളത് കിട്ടിയത്. അപ്പൊ എത്ര ശതമാനം? 1% എത്രയാണ്? 80. ഇനി എന്താ പറയണത്? 20% ലാഭം. ഇതിന് ഇംഗ്ലീഷ് എന്താ? പ്രോഫിറ്റ്. ഇതെന്താ? ലോസ്. പ്രോഫിറ്റും ലോസും. അപ്പൊ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആകുമ്പോ 100 + 20 സമയം എത്ര? 120%. 1% എത്ര? 80. അപ്പൊ 80 × 120 അല്ലേ? 10 8 എത്ര? ഇനി ഇത് ഗുണിക്കാനൊന്നും നിൽക്കണ്ട. 10 8 എത്ര? 80. 2 8 16. 80 ഉം 16ഉം 96. രണ്ടോടത്ത് ഓരോ 0 അല്ലേ? അതും കൊടുക്കാം. 12 8 അല്ലേ ഇവിടെ ചെയ്യണ്ടേ? ഇവിടെ 0 ഒഴിവാക്കിയ പിന്നെ ഇവിടെ 12 8 ആണല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? 10 8 കാണാം ആദ്യം. എത്ര വരുന്നേ? 80. 2 8 എത്ര വരിക? 16. അപ്പൊ 80 ഉം 16ഉം കൂട്ടിക്കഴിഞ്ഞാൽ 96. പിന്നെ ബാക്കിയുള്ള 2 0 അവിടെ കൊടുക്കാം. നിങ്ങൾ പറഞ്ഞ മെത്തേഡ് അത് പറഞ്ഞു കൊടുക്കുക. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിച്ചില്ലായി പോയിക്കോട്ടെ അല്ലേ?
80% എത്രയാണെന്ന് പറഞ്ഞു? 6400. ഇത് സിമ്പിൾ വേ കേട്ടോ. അല്ല, അങ്ങനെയല്ല. 80% 6400 ഇനി നമുക്ക് വേണ്ടത് എത്രയാണ്? 120% കാണേണ്ടത്. അപ്പൊ ഈ NB കൂടെ എത്ര കൂട്ടണം? 40% അല്ലേ? 40% അല്ലേ? അപ്പൊ 40% പറയുന്നത് MBന്റെ പകുതി അല്ലേ? അപ്പൊ ഇതിന്റെ പകുതി കൂട്ടിയാ പോരെ? അത്രയാണ്. അതാണ് സിമ്പിൾ വേ. അതാണ് അവിടെ ചെയ്യണ കണക്ക്. അതായത് ഈ 80% പകുതി എത്രയാണ്? 40% അല്ലേ? 40%. 80% പകുതി 40%. അപ്പൊ ഇത് എത്രയാവാ? ഇവിടെ എന്തെടുക്ക? പകുതി എടുക്കുക. അപ്പൊ എത്ര വരിക? 3200 ആവും. 3200 ആവും. ഈ 80 + 40, 80 + 40% സമം എത്ര ആവും? 120% സമം എന്താ വരിക? 6400 + 3200 9600. ഓക്കെ. ഇവിടെ നമുക്ക് കാണേണ്ട ഈ 120% കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 80% പകുതി 40. അപ്പൊ ഈ 80 + 40 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 120% കിട്ടും. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് പ്ലസ് ഇത് 6400 + 3200 9600. നോക്കാം. 3200-ന് 20% നഷ്ടം അല്ലേ? അപ്പോ 80% എത്ര? 3200. ഇതിൽ ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും? ആണ്. പൂജ്യത്തിനൊരു വിലയിൽ എഴുതി ഇട്ട് കൊടുത്തേക്കാരോ? ഞാനത് മെയിൻ ചെയ്തിട്ടല്ല. നാൽപ്പതല്ലേ? 1% 40 അല്ലേ? ഇതിലാർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി എത്ര? 10% ആണ് എന്ത് വേണ്ടത്? ലാഭം. അപ്പൊ എന്താ വേണ്ടത്? 100 + 10. 100% + 10%. അപ്പൊ എത്ര വരിക? 110%. അപ്പൊ 40 × 110 എത്ര? എന്താ വരിക? 4 11 വരുമ്പോ എത്ര? 44 വരും. 2 0 വരും. ഒരു 0 എക്സ്ട്രീം അല്ലേ? ഒരു 0 എക്സ്ട്രീം ഉണ്ടാവും അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളിട്ടോ. 5/4 + 5/4 + 5/4 + 4 + 5/4 + 5/4 + 5/4 സമം എത്ര? എ ഓപ്ഷൻ 5/10, ബി 5/5, സി 5/9, ഡി നൺ ഓഫ് ദീസ്. ഇതെങ്ങനെ എഴുതാ? 5 എത്ര 5 ഉണ്ട് ഇവിടെ? 1 2 3 4 5 ഇല്ലേ? ഇതിനെ നമ്മള് ഇൻറ്റു ചെയ്യുമ്പോ ബ്രാക്കറ്റിൽ ഇട്ടുകാണ്ട് ഒക്കത്തിനെയും പാടെ കൂട്ടി എഴുതുന്ന മെത്തേഡ് ഉണ്ടല്ലോ. എങ്ങനെ? 5/4 × 5 എന്ന് എഴുതി കൂടെ? 5/4 എത്ര ഉണ്ട് ഇവിടെ? 5 ഉണ്ട്. 1 2 3 4 5. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാ? ഇതുണ്ട് 1 2 3 4 5 ഉണ്ട്. അപ്പൊ ഈ 5 എന്നില്ല എങ്ങനെ എഴുതാ? 5 × 5/4 എന്ന് എഴുതാം. എഴുതി കൂടെ? ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. 5/4 × 5. കാരണം നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ 5 വെച്ച് കണ്ടാണ്. അപ്പൊ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇനി എന്ത് ചെയ്യാ? ഇവിടെ 1 5 വെറും 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 5/1 എന്നാ. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/1. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2/1. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? 3/1. എല്ലാത്തിനും പവർ 1 കൂടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യല്ല? പറയല് ഇല്ല. അപ്പൊ എന്താണ്? 5/4
ഇവിടെ എത്ര വന്നു 5/1 കൊടുത്തു. ഓക്കെ, ഇതിന്റെ ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും. ഇനി ഇവിടെ റൂൾ ഉണ്ട്, നിങ്ങൾ പഠിച്ചിക്കണോന്ന് അറിയില്ല. a⁻m ഇൻറ്റു a⁻n സമം a⁻m പ്ലസ് n. കണ്ടിട്ടുണ്ടോ? കണ്ടിക്കണേ. എന്താണ് a⁻m ഇൻറ്റു a⁻n a⁻m പ്ലസ് n. റൂളൊന്നും നിങ്ങൾക്ക് ഓർമ്മ വേണ്ട. ഇതേപോലെ രണ്ടും ബേസ് 5 ആണെങ്കിൽ എന്താ ചെയ്യാ? ബേസ് രണ്ടും 5 ആണെങ്കിൽ ആ 5 ഒറ്റ പ്രാവശ്യം എഴുതാ, മോളത്തത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാ? കൂട്ടി എഴുതാ. ഇത് രണ്ടും കൂട്ടി എഴുതാ. 4+1 അപ്പൊ എത്ര വരാ? 5/5. ഇതാണ് അതിന്റെ ആൻസർ. 5/5 ആണ് എന്ത് വരാ? ഉത്തരം വരാ. അപ്പോ ഒന്നുകൂടി പറഞ്ഞാ, ഈ a⁻m ന്റെ a⁻n പഠിക്കാനുള്ളതാണ്, പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതറിയണം. എന്താണ്? ബേസ് രണ്ടും 5 ആണെങ്കിൽ ഇൻറ്റു ഉണ്ടെങ്കിൽ മുകളിൽ എന്തുണ്ട്? പവേഴ്സും അതിന് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും നേരെ എന്ത് ചെയ്താൽ മതി? കൂട്ടി എഴുതുക. 5 എന്ത് ചെയ്താൽ മതി? ഒറ്റ പ്രാവശ്യം എഴുതുക. ഓക്കെ, 5 ഒറ്റ പ്രാവശ്യം എഴുതിയിട്ട് രണ്ടും കൂട്ടി എഴുതുക. അപ്പൊ ആൻസർ എത്ര വരാ? 5/5. ആൻസർ ശരി ഏതാണ്? ബി ആണ് ശരി. 5/5. ഇതാണ് കേട്ടോ ഇതിന്റെ റൂള്. ഇത് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എഴുതി വെക്കുക, ആവശ്യം വരും. a⁻m ഇൻറ്റു a⁻n രണ്ടാമത്തെ 27. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? 1, 2, 3, 4 അങ്ങനെ പോവല്ലേ? 1, 2, 3, 4. അടുത്ത ഏതാ കാരം? 5 അങ്ങനെ പോവും. ഇവിടെ ഇത് 1ന്റെ ക്യൂബ്, ഇത് 2ന്റെ ക്യൂബ് അല്ലെ? ഇവിടെ 1ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ്. അപ്പൊ ഇവിടെ ഏത് വരണം? 3ന്റെ ക്യൂബ്. എത്ര വരാ? 27. ഇവിടെ എത്ര വന്നു? 4ന്റെ ക്യൂബ് 64. അടുത്ത 5ന്റെ ക്യൂബ് 125. 6ന്റെ ക്യൂബോ 216. എഴുതി കഴിഞ്ഞില്ലേ? 4 മണിയായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ചെയ്യാം അല്ലേ? ഇന്ന് എന്തൊക്കെ പറഞ്ഞ് തല മുതലൊന്ന് ആലോചിച്ചോക്കാണ്, ഒന്ന് മറച്ചോക്കാണ് ബുക്ക് എഴുതിയോലൊക്കെ എന്തൊക്കെ അല്ലെന്നില്ലേ.